وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه عليم شديد. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് എപ്രകാരമാകുന്നു? ഇദാ അഖദൽ ഖുറ, അതാ ഗ്രാമങ്ങളെ പട്ടണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ വഹിയ ളാലിമ, അവ അക്രമകാരികളായിരിക്കെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ ഇന്ന അഖദഹു അലീമുൻ ശദീദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് അതികഠിനമായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നമ്മളെ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സത്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ദുനിയാവിലെ ജീവിതം, ഐഹിക ജീവിതം അത് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അതുപോലെ തന്നെ പരമവഞ്ചകനായവന്റെ വഞ്ചനയും അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തെ മുഴുവൻ മനുഷ്യരോടുമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം സത്യമാണ്. പരലോകവും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ നൈമിഷികതയും എല്ലാം സത്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നത് സത്യമാണ്. അൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുഅ്മിനീങ്ങൾക്കായിരിക്കും, മുത്തഖീങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞത് സത്യമാണ്. എന്തൊന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ടോ അതെല്ലാം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ദുനിയാവിലെ പളപളപ്പുകൾ, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ, ദുനിയാവിലെ നഷ്ടത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ, ദുനിയാവിലെ ലാഭത്തെക്കുറിച്ചുള്ള കൊതികൾ, ഇതൊന്നും നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കരുത്, വഞ്ചിച്ച് കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, വഞ്ചകൻ അവനും നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ആരാണ് വഞ്ചകൻ? ഉലമാക്കൾ, സലഫുകൾ നമുക്ക് പല അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു. ഇമാം അത്തബരി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, ആരാണ് അൽ ഗറൂർ? അവൻ ശൈത്താനാണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ മനുഷ്യരെ വഞ്ചിക്കുന്നവൻ, യഥാർത്ഥത്തിലുള്ള അവന്റെ പാതയിൽ നിന്ന് തെറ്റിച്ചു കളയുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരും ഇതിൽ പെടുന്നതാണ്. മനുഷ്യരും അതുപോലെ തന്നെ അവന്റെ ജീവിത സൗകര്യങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ഗറൂർ, വഞ്ചകനായവൻ എന്നതിൽ പെടുന്നതാണെന്ന് ഇമാം അത്തബരി, ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വഞ്ചനയിൽ പെട്ടുപോകരുത് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ വഞ്ചനയിൽ പെട്ടുപോകരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പെടാൻ സാധ്യതയുള്ള ഒന്നാണ് വഞ്ചന.
സത്യം പറഞ്ഞുകൊണ്ട് ഒരുത്തനെ തൃപ്തിപ്പെടുത്തുക എന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേ മനുഷ്യനെ കബളിപ്പിക്കുക എന്നത് എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പുറകിലൂടെ പോകുന്ന മനുഷ്യരുടെ എണ്ണവും സത്യത്തെ പിന്തുടർന്നു കൊണ്ടുപോകുന്ന മനുഷ്യരുടെ എണ്ണവും നോക്കിയാൽ ആ സത്യത്തിന്റെ പുറകിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. സഹോദരങ്ങളെ, നമ്മളെ വഞ്ചിക്കുന്നതിൽ പിശാച് അവൻ വലിയ പങ്കാണ് വഹിക്കുന്നത്. നമ്മളെ വഞ്ചിക്കുന്നതിൽ ദുനിയാവ് അത് വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ ഹയാത്തുദ് ദുനിയ ഇന്നഹു യഅലമു അന്നൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതു എന്ന് തുടങ്ങി റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വെറും കളിയും വിനോദവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊങ്ങച്ചമ്പറച്ചിലുകളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ധനത്തിലുള്ള ആധിക്യം കാണിക്കലും അതുപോലെയുള്ള കാര്യങ്ങളും വ്യർത്ഥമായ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ വിഭവം മാത്രമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ഏതൊരവസ്ഥയിലും ദുനിയാവിനെ കൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഓരോ മുഅ്മിനും സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു തന്നു. അതുപോലെ തന്നെ ഗറൂറായ ആരൊക്കെയാണ് മുഅ്മിനീങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ, അവരിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകി. ഇന്ന ശൈത്താന ലക്കും അദുവൻ. തീർച്ചയായും ശൈത്താൻ അവൻ നിങ്ങൾക്ക് തീർച്ചയായും അദുവാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ആ ശൈത്താനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നമ്മളെ തെറ്റിച്ച് കളയുന്ന ആളുകളെ തൊട്ട് നമുക്ക് താക്കീത് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ യവദ്ദുൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും വല്ലാഹു യഖ്തസു ബിറഹ്മതിഹി മൻ യശാ. മാ യവദ്ദുൽ ലദീന കഫറു. കാഫിറുകൾക്ക് ഒരിക്കലും ഇഷ്ടമില്ല മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ വലൽ മുശ്രികീൻ. അഹ്ലു കിതാബുകാർ അതായത് വേദക്കാർ, ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ വേദക്കാരോ, വലൽ മുശ്രികീൻ അതുപോലെ തന്നെ മറ്റുള്ള മുശ്രിക്കുകൾക്കോ ഒരിഷ്ടവുമില്ല അയ്യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് ഇറങ്ങിക്കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു തരികയാണ്. അവർക്കത് ഇഷ്ടമല്ല, മറിച്ച് അവരുടെ ഇഷ്ടം എന്താണ്? വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലു കിതാബുകാരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. ജൂത ക്രിസ്ത്യാനികൾ അവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അയ്യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. നിങ്ങളുടെ ഈമാനിന് ശേഷം കാഫിറുകളായി പോയിരുന്നുവെങ്കിൽ എന്ന് അവർ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് എന്നതിനപ്പുറം അവർ ഇഷ്ടപ്പെടുകയാണ്, അവർ വളരെയധികം സ്നേഹിക്കുകയാണ് ആ സന്ദർഭത്തെ. നിങ്ങളെങ്ങാനും കാഫിറുകളായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ്. എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അവരിൽ നിന്നുള്ള അസൂയ കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നന്മയെ തിരിച്ചറിഞ്ഞതിനാൽ അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളും അതുപോലെ ആയിത്തീരണമെന്നാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗകര്യത്തെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച്, ആശ്വാസത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത മനുഷ്യരാരാണുള്ളത്? ഏതൊരു ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലും എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ ശക്തിയോടെ അതുപോലെ തന്നെ ആത്മധൈര്യത്തോടെ നിൽക്കണം, നിലയുറപ്പിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവനാണ് മുസ്ലിം മുഅ്മിൻ എന്നവൻ. നമുക്കറിയാം, ഗസയിൽ നടന്നു വരുന്ന ആ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ നിഷ്കാസനങ്ങൾ, മനുഷ്യരെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവക്കിടയിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന പിഞ്ചോമനകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ശുക്ർ ചെയ്യുന്ന ആളുകൾ ലോകത്തെ അന്താളിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മനുഷ്യർക്കത് സാധിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം കൊടും ക്രൂരതകൾക്കിടയിലും ഒരു തരി പോലും
ഒരു തെരി പോലും ഇളക്കമില്ലാതെ മനുഷ്യരെങ്ങനെയാണ് നിലനിൽക്കുന്നത്? എന്നിട്ടും ഞങ്ങളുടെ ദീനിലേക്ക് അവരെന്തുകൊണ്ടാണ് കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് അവർ ഉപദ്രവിക്കപ്പെടാൻ കാരണമായ അവരുടെ മതത്തെ അവർ ഉപേക്ഷിക്കാത്തത് എന്നത് ലോകം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്കത് അത്ഭുതമാണ്. ലോകത്തെ ഓരോ മനുഷ്യരും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് ഇസ്ലാം സ്വീകരിക്കാനല്ല തോന്നിയത്, മറിച്ച് ഹസദ, അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഹസദാകുന്നു, അസൂയയാകുന്നു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവരുടെ സുഖങ്ങൾ കാണുമ്പോൾ, അവർ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കുന്ന ആത്മശാന്തി കാണുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത് ഹസദാണ്, അസൂയയാണ്. സഹോദരങ്ങളെ, ആ ഹസദ് കൊണ്ട്, അസൂയ കൊണ്ട് അവരുണ്ടാക്കി തീർക്കുന്ന വഞ്ചനകളുടെ വിഭവങ്ങൾ മുഅ്മിനീങ്ങൾ ഒരിക്കലും അതിൽ വീണു പോകാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ താക്കീത് ചെയ്തത്, ഒരിക്കലും കാഫിറുകളെ പോലെ ആയിത്തീരരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, അവരുടെ മാർഗങ്ങളെ പിന്തുടരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ കേട്ടതാണ്. ആ മാർഗത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നു. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവരുടെ ദീനിനെ ഒഴിവാക്കിക്കൊണ്ട് കടന്നു ചെല്ലാൻ കാഫിറുകൾ ആഗ്രഹിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ മുസ്ലിമീങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് ഈ ആളുകളുടെ പുറകിലൂടെ പോയാൽ, ഈ ആളുകളെ പിൻപറ്റിയാൽ, ഈ ആളുകളെ കുറച്ചൊക്കെ ഒന്ന് അനുകരിച്ചു കൊടുത്താൽ അവർ ഞങ്ങളെ വെറുതെ വിടുമെന്നും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നും, അറിവില്ലാത്തതിന്റെ പേരിൽ, ദീനിന്റെ ഇജ്ജത്ത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഇജ്ജത്ത് തേടിക്കൊണ്ട് കാഫിറുകളുടെ, ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ അവരുടെ വാക്കിന് അനുസരിച്ച് പോകുന്ന, അവരുടെ മാതൃകകൾ അനുസരിച്ച് പോകുന്ന യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ, അവരുടെ അടുക്കലാണോ നിങ്ങൾ ഇജ്ജത്ത് തേടുന്നത്? വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു ഏറ്റവും എല്ലാവിധ ഇസ്സത്തും പ്രതാപവും ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളെ അവർ വെറുതെ വിടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാഫിറുകളായ, അതായത് ജൂത ക്രിസ്ത്യാനികൾ നിങ്ങളെ തൊട്ട് തൃപ്തരാവുകയില്ല, നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. വലൻ തർദാ, ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അൻകൽ യഹൂദു വലൻ നസാറാ, ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല, നിങ്ങളുടെ പേരുകൾ മുസ്ലിം പേരുകളായിരിക്കുന്നിടത്തോളം. ഹത്താ തത്തബിഅ മില്ലതഹും, നിങ്ങൾ അവരുടെ പാത പിന്തുടരാൻ തുടങ്ങുന്നതുവരെ, അതുവരെ നിങ്ങളെക്കുറിച്ച് അവർ തൃപ്തരാവുകയില്ല. നിങ്ങൾ എന്തൊക്കെ അവരുടെ വേഷങ്ങൾ ധരിച്ചാലും, അവരുടെ പേക്കോലങ്ങൾ നിങ്ങൾ അതിന് പുറകിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും, നിങ്ങൾക്ക് അവരുടെ കൈകളിൽ നിന്ന്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, അവരുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മറിച്ച് സഹോദരങ്ങളെ, രക്ഷയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, എല്ലാ ഇസ്സത്തും എല്ലാ പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. എല്ലാ പ്രതാപവും വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. തീർച്ചയായും ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനാകുന്നു, അല്ലാഹുവിന്റെ റസൂലിനാകുന്നു, മുഅ്മിനീങ്ങൾക്കാകുന്നു. പക്ഷെ മുനാഫിഖുകൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇസ്സത്ത്, പ്രതാപം, അതോടുകൂടി ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിപ്പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, ആരാണോ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത്, ആരാണോ പ്രതാപം ആഗ്രഹിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലൂടെ മാത്രമേ അവന് പ്രതാപം ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, വർഷം പിന്നിട്ടു, 400-ലധികം ദിവസങ്ങളായിക്കൊണ്ട് മുഅ്മിനീങ്ങളുടെ തലകൾക്ക് മുകളിൽ, മുസ്ലിമീങ്ങളുടെ തലകൾക്ക് മുകളിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവർ വർഷിച്ച ബോംബുകളുടെ കണക്കുകൾ
അതിൻ്റെ കിലോ കണക്കുകൾ നമുക്കൊന്നും കൂട്ടാൻ കഴിയാത്തതാണ്. ഓരോ ബോംബും 500ഉം 1000ഉം കിലോ ഭാരമുള്ള എത്രയോ ബോംബുകൾ അവർ അവിടെ വർഷിച്ചു കഴിഞ്ഞു. എത്രയോ ബോംബുകൾ. അവ ലക്ഷത്തിലാണോ മില്യണുകളിലാണോ അതിൻ്റെ തൂക്കം അളക്കേണ്ടത് നമുക്കറിയുകയില്ല. പക്ഷെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും, മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കുള്ള പ്രതീക്ഷയും വിശ്വാസവും അവർക്കൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ലാ യഗ്റന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ ثم മഅവാഹും ജഹന്നം. ലാ യഗ്റന്നക, നിന്നെ വഞ്ചിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, വഞ്ചിക്കും പല കാര്യങ്ങളും നമ്മളെ വഞ്ചിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ. ലാ യഗ്റന്നക, നിങ്ങൾ വഞ്ചിക്കപ്പെടേണ്ട, നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, കാഫിറുകളായ ആളുകൾ ഭൂമിയിൽ, രാജ്യങ്ങളിൽ അവർ ആർമാദിക്കുന്നു, അവർ തിട്ടൂരം കാണിക്കുന്നു, അവർ ആധിപത്യം ചെലുത്തുന്നു, അവർ കൊലപാതകങ്ങൾ അഴിച്ചുവിടുന്നു എന്നത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മതാഉൻ ഖലീൽ, അവർക്കുള്ളത് ചെറിയൊരു ജീവിത സൗകര്യം മാത്രമാണ്. 50-60 വർഷങ്ങൾ ജീവിക്കാനുള്ള എന്തെങ്കിലും നക്കാപ്പിച്ച അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയേക്കാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ثم مأواهم ജഹന്നം, പിന്നീട് അവരുടെ വാസസ്ഥലം നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അവർ ക്രൂരതകൾ കാണിക്കുന്നു എന്നതിന്റെ പേരിൽ ക്രൂരന്മാരാരാണ്, ശക്തിയുള്ളവരാരാണ്, ആയുധങ്ങളെ അധികമുള്ളവരാരാണ്, അവരുടെ പതാകകൾ പിടിക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവർക്ക് അഭിമാനം വകവെച്ചു കൊടുക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവരുടെ വസ്ത്രങ്ങൾ സ്വീകരിക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളിലേക്കും അതാ ചെറുതായെങ്കിലും ചാഞ്ഞു പോകാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. മറിച്ച് നിങ്ങളെ അത് വഞ്ചിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, എത്ര പാഠങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എത്ര ബോംബ് വർഷിച്ചാലാണ് ലോസ് ആഞ്ചലസിൽ നടന്നതുപോലെ ഒരു തീ അത് ഗസയിൽ ഉണ്ടാക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു ബോംബ് ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ പേരിലല്ല അവിടെ ഈ തരത്തിലൊരു നഷ്ടം ഏക്കർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്ററുകൾ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നാട്, അത് മുഴുവൻ അഗ്നിക്കരയായി, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ. അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ബോംബിടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവർ കഴിയുമെന്ന് പറഞ്ഞേക്കാം. മുറ്റത്തെ തീയണക്കാൻ അവർക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് എപ്രകാരമാകുന്നു? ഇദാ അഖദൽ ഖുറ, അതാ ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ വഹിയ ളാലിമ, അവ അക്രമകാരികളായിരിക്കെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് അതികഠിനമായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, അവിടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊടുങ്കാറ്റും അതുപോലെയുള്ള ഭൂചലനങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും തടയാനോ ഏതെങ്കിലും മനുഷ്യനതിലേതെങ്കിലും കൈകടത്തലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിന് അടിസ്ഥാനമായി, അവന്റെ യുക്തിക്കടിസ്ഥാനമായി ചില പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. ചെറിയ ശിക്ഷകളാണിത്, ചെറിയ ശിക്ഷകളാണ്. അപ്പോഴേക്കും കരയാൻ തുടങ്ങിയ ആളുകൾ, അപ്പോഴേക്കും ആളുകൾ കരയാൻ തുടങ്ങി. ഇതാ ഗസയിൽ ആ മനുഷ്യരെ മുഴുവൻ ചുട്ടുകൊല്ലണം, അതിനെന്റെ മുഴുവൻ സപ്പോർട്ടുമുണ്ടെന്ന് പ്രസംഗിച്ചവർ, ഗസയെ മുഴുവൻ തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്തവൻ, സ്വന്തം വീട് അഗ്നിക്കരയാക്കിയപ്പോൾ, ആക്കപ്പെട്ടപ്പോൾ, സ്വന്തം ചുറ്റുപാടുകളിൽ തീ ഉയർന്നപ്പോൾ കരയുകയാണ്. ഇന്നലെ വരെ അവൻ കൊണ്ടു നടന്ന അവന്റെ അഭിമാനം, അവന്റെ പ്രതാപം അതെവിടെ പോയി? അവനെന്ന് കരയുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ എത്ര ആളുകൾ. ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അതികഠിനമാണ്, വേദനയുള്ളതാണ്.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് പറയുകയാണ്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. തീർച്ചയായും മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും പ്രയാസങ്ങൾക്ക് വിധേയരാക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, അവർക്ക് കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് അതികഠിനമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്. സഹോദരങ്ങളെ, അതിനാൽ ഏതെങ്കിലും ദുരന്തങ്ങൾ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചില ശിക്ഷയായി വിധിച്ചിട്ടുള്ളതാണ്, ചിലർക്ക് പരീക്ഷണങ്ങളാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, അതിനാൽ ആ ആളുകളുടെ പുറകിലൂടെ പോയിക്കൊണ്ടൊരു അഭിമാനം നമുക്ക് ആവശ്യമില്ല. ആ ആളുകളുടെ ചര്യകളെ പിന്തുടർന്നുകൊണ്ടൊരു അഭിമാനവും ഒരു ഗർവും നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങലാണ്, അല്ലാഹുവിൽ ഇസ്സത്ത് തേടലാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കലാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, മുഴുവനായി കൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നതാണ് മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ആവശ്യമുള്ളത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതാപം നൽകുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിന്ദ്യരായ ഒരു സമൂഹമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമുക്ക് ഇജ്ജത്ത് നൽകി. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ കൊണ്ട് പ്രതാപം, ഗർവ്, അതുപോലെ തന്നെ ആളാകണമെന്നൊക്കെ ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദ്യനാക്കുന്നതാണ്. സഹോദരങ്ങളെ, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ ദീൻ പൂർണ്ണമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീക്കും അതുപോലെ തന്നെ ബോംബുകൾക്കും മിസൈലുകൾക്കും താഴെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദുകളുടെ പ്രതിഫലം നൽകി സ്വർഗ്ഗത്തിൽ അവരെ പാർപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് തക്കതായ പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ച് അവരുടെ കൂടെയുള്ള കൂടപ്പിറപ്പുകൾക്കും മുഅ്മിനീങ്ങൾക്കും സന്തോഷം നൽകുന്ന കാഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കട്ടെ. ആഖിറത്തിലും അതുപോലെ തന്നെ അവർ അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക യാ റബ്ബി ودمر أعداءك وأعداء المسلمين والحمد لله رب العالمين. صلى الله على نبينا محمد والحمد لله رب العالمين.